പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനം. ഒരു ഷോർട്ട് മെസ്സേജ് നിങ്ങളുമായി കൈമാറാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. സദൃശവാക്യങ്ങൾ 25-ാം അധ്യായം 2-ാം വാക്യം, കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാകുന്നു. അതെ, ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരാതെ ഇന്നും മറഞ്ഞു കിടക്കുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകലിൽ വിശ്വസിക്കുക. ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുന്നു. അതെ, മറഞ്ഞിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ മഹത്വമാണ്. അത് മറച്ചു വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ദൈവം ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. അതാർക്കും ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ആമേൻ. ദൈവം ചിലത് മറച്ചു വെച്ചിരിക്കുന്നതിന് പിമ്പിൽ അത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടിയാണ്. കാര്യം മറച്ചു വെക്കുന്ന ദൈവം. അതെ, ദൈവം ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. ദൈവം ചില കാര്യങ്ങൾ നിന്റെ മുമ്പിൽ മറച്ചു വെച്ചിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടിയാണ്. എത്ര പേർക്ക് ഈ പകലിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ടൈമിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും, ദൈവം നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു? അത് മറ്റൊന്നിനുമല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടിയാണ്. പ്രാർത്ഥിച്ചിട്ടും ദൈവസന്നിധിയിൽ ഉപവസിച്ചിട്ടും ദൈവസന്നിധിയിൽ കണ്ണുനീര് പൊഴിച്ചിട്ടും ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടെ നിന്നിട്ടും പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു വരാതെ മറഞ്ഞു കിടപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ദൈവശബ്ദമായി കൈമാറുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ചിലതുണ്ട്. നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരം, നിങ്ങൾ കരഞ്ഞതിൻ്റെ ഉത്തരം, അത് ദൈവം മറച്ചു വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ വേഗത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. അത് ദൈവത്തിൻ്റെ സമയത്താണ് ദൈവം അത് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ സമയത്തല്ല ദൈവം വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ ടൈം, ദൈവത്തിൻ്റെ സമയം, അത് എപ്പോൾ ആണോ വെളിപ്പെട്ടു വരുന്നത്, എപ്പോഴാണോ ദൈവത്തിൻ്റെ സമയം, അത് നല്ല സമയമാണ്. ആ സമയത്താണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുന്നത്. മരുഭൂമിയിൽ ഒരു നീരുറവ ഹാഗറിന് വേണ്ടി ദൈവം തുറന്നു കൊടുത്തു. ആമേൻ. ഞാൻ വ്യക്തമായി പറയാം, മരുഭൂമിയിൽ ഹാഗറിന് വേണ്ടി ഒരു നീരുറവ ദൈവം മറച്ചു വെച്ചിരുന്നു. അതാരും കണ്ടില്ല, ഹാഗർ കണ്ടില്ല. അബ്രഹാം കൊടുത്ത തുരുത്തിയിലെ വെള്ളം അവൻ തൻ്റെ യാത്രയുടെ മധ്യേ തീർന്നുപോയി. പക്ഷേ തൻ്റെ യാത്രയുടെ മധ്യേ തനിക്ക് അബ്രഹാം കൊടുത്ത വെള്ളം തീർന്നുപോയി. തൻ്റെ കയ്യിൽ ഇനി വെള്ളം ശേഷിക്കുന്നില്ല. താൻ നിൽക്കുന്ന സ്ഥലം മരുഭൂമിയാണ്. തിരിച്ച് എങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. നിസ്സഹായ അവസ്ഥയിലൂടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഒരുറ്റു വെള്ളത്തിനായി ആമൻ വളരെ ദാഹത്തോടെ കേണപേക്ഷിച്ചപ്പോൾ നിലവിളിച്ചപ്പോൾ മകൻ്റെ മരണം കാണണ്ട എന്ന് ചിന്തിച്ച് ഒരു അൻപിൻപാട് ദൂരത്ത് പോയിരുന്ന് നിലവിളിച്ച ഹാഗറിനോട് ദൈവം ഇറങ്ങി എന്ന് പറയും, ഹാഗറേ, നിന്റെ കണ്ണൊന്ന് തുറക്കുക. നിന്റെ കണ്ണ് തുറന്ന് ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന, ഇല്ലെങ്കിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ആ കരുതൽ നീ ഒന്ന് കാണുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥലത്ത്, ആശയറ്റ സ്ഥലത്ത്, ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ഭാരപ്പെടുന്നതിന് നടുവിൽ ഈ പകലിൽ ഇപ്പോൾ ഈ ദൈവ സന്ദേശം ഞാൻ നിങ്ങളോട് കൈമാറുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പുതിയ ഒരു ഉറവ തുറക്കാൻ പോകുന്നു. പ്രതീക്ഷകൾ അസ്തമിച്ച ഇടത്ത്, യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത ഇടത്ത്, ഒരു സാധ്യതയും ഇല്ലാത്ത ഇടത്ത് ദൈവം ചിലത് മറച്ചു വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുക, അത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു, അത് നിങ്ങൾ പ്രാപിക്കാൻ പോകുന്നു. ദൈവം ചില ഉറവകൾ തുറക്കാൻ പോകുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു. അവർ ചെങ്കടലിൻ്റെ അരികിൽ വന്നു നിന്നു. മുമ്പിൽ യാതൊരു പ്രതീക്ഷയില്ല, മുമ്പിൽ യാതൊരു വഴിയുമില്ല. കലങ്ങി മറിഞ്ഞ് തിരയടിച്ച് കയറി വരുന്ന, ആർത്തടിച്ച് കയറി വരുന്ന തിരമാലയല്ലാതെ തൻ്റെ മുമ്പിലൊന്നും കാണാനില്ല. പക്ഷേ ചെങ്കടലിന്റെ നടുവിൽ ഒരു ചെങ്കൽ പാത ഒരുക്കിയ ഒരു ദൈവമുണ്ട്. അതെ, ആ വഴിയും ആരും കാണാതെ ദൈവം മറച്ചു വെച്ചെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾക്കായി ദൈവം ഒരു പുതിയ വഴി തുറക്കാൻ പോകുന്നു. നാളുകൾ മുമ്പ് വരെ മറച്ചു വെച്ചത് ദൈവം അതിപ്പോൾ ഒരുക്കി തരാൻ പോകുന്നു. വിശ്വസിക്കാൻ തയ്യാറാകുമോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുന്നു. ഈ ശബ്ദം കേൾക്കുമ്പോൾ ആരാമേൻ പറഞ്ഞ് വിശ്വസിക്കുമോ, അവർക്കായി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. തെസ്സലോനിക്കയിലെ ദൈവസഭ, ആ ദൈവസഭ ദൈവവചനം പ്രസംഗിക്കുന്നത് പൗലോസ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത് കേട്ടു. ആ കേട്ടത് ഒരു മാനുഷിക ശബ്ദമായിട്ടല്ല കേട്ടത്, സാക്ഷാൽ ആകുന്നത് പോലെ
ദൈവവചനമായി താൻ അത് അവർ കൈക്കൊണ്ടപ്പോൾ വചനം പറയുന്നു, അത് വിശ്വസിക്കുന്ന അവർക്ക് വേണ്ടി വ്യാപരിച്ചെങ്കിൽ ഇപ്പോൾ ഈ ദൈവശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? നിങ്ങളുടെ മുമ്പിൽ ഒരു ഉറവ തുറക്കാൻ പോകുന്നു, നിങ്ങളുടെ മുമ്പിൽ വഴി തുറക്കാൻ പോകുന്നു. ദൈവം ചിലത് മറച്ചു വെച്ചത് നിങ്ങളുടെ മുമ്പിൽ ദൈവം അത് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുമ്പിൽ ചെങ്കടൽ ആർത്തിരച്ചു വരുമ്പോൾ, മരുഭൂമിയുടെ അനുഭവത്തിൽ ഒന്നും കാണാൻ കഴിയാതിരിക്കുമ്പോൾ ഇപ്പോൾ ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടട്ടെ, ദൈവത്തിൻ്റെ മഹത്വം പ്രിയപ്പെട്ടവർക്കായി പുറത്തു വരട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, വഴികൾ തുറക്കട്ടെ, ഉറവകൾ തുറക്കട്ടെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി തീരട്ടെ. ദൈവം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കും, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്.